പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. എന്നെ ശ്രവിച്ചുകൊണ്ടിരിക്കുന്ന ലോകമെമ്പാടുമുള്ള മാതാപിതാക്കളെ, സഹോദരി സഹോദരന്മാരെ, സുഹൃത്തുക്കളെ, സെൽഫ് കോൺഫിഡൻസ് അല്ലെങ്കിൽ ആത്മവിശ്വാസവും സ്നേഹവും തമ്മിലുള്ള ആ പൊരുത്തത്തെക്കുറിച്ചാണ് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത്. നമുക്കറിയാം, സ്നേഹമാണ് എല്ലാം. ഈ സ്നേഹത്തിൻ്റെ കുറവ് നമ്മുടെ ആത്മവിശ്വാസത്തെ കുറയ്ക്കുമോ എന്ന് ഒന്ന് ചിന്തിക്കുവാൻ വേണ്ടിയായിട്ടാണ് ഈ കുറച്ച് സമയം നമ്മൾ ചെലവഴിക്കാൻ പോകുന്നത്. എല്ലാവർക്കും സ്വാഗതം. ഗ്രീക്ക് ചിന്തയനുസരിച്ച് 4 തരത്തിലുള്ള സ്നേഹമുണ്ടെന്ന് പറയും. ഒന്ന് അഗാപ്പെ. അഗാപ്പെ എന്ന സ്നേഹത്തിൻ്റെ ഒരു പ്രത്യേകത നിരുപാധിക സ്നേഹമാണ്. അതായത് അപരനിൽ നിന്ന് ഒന്നും പ്രതീക്ഷിക്കുന്നില്ല, മറിച്ച് നമുക്ക് എല്ലാവർക്കും എല്ലാമായിട്ട് തീരുക. ഈശ്വരന്മാരുടെ സ്നേഹമൊക്കെ അതല്ലേ? യേശുവിൻ്റെ, അല്ലെങ്കിൽ ഇപ്പം എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾ വിശ്വസിക്കുന്ന ഒരു ഈശ്വരന്മാരുടെ സ്നേഹം ഒന്ന് ചിന്തിച്ചു നോക്കിയേ. നമ്മളിൽ നിന്നൊന്നും പ്രതീക്ഷിച്ചിട്ടല്ല, മറിച്ച് ഈശ്വരൻ നമുക്ക് സ്നേഹമായിട്ട് തീരുകയാണ്. ഇന്ന് വലിയ വലിയ ധ്യാന കേന്ദ്രങ്ങൾ, അല്ലെങ്കിൽ മറ്റുള്ളവരെ സഹായിക്കുന്ന കേന്ദ്രങ്ങൾ, ആതുരാലയങ്ങൾ, അനാഥാലയങ്ങൾ, വിധവകളെ ഇതെല്ലാം നടന്നു പോകുന്നത് എങ്ങനെയാണ്? ഒരുപാട് പേരുടെ വലിയ സഹായങ്ങൾ കൊണ്ടാണ്. വിദേശങ്ങളിൽ നിന്നൊക്കെ ലക്ഷങ്ങൾ, ചിലയിടത്തൊക്കെ കോടികളൊക്കെ വരുന്നുണ്ട്. അവരൊക്കെ തിരിച്ച് പ്രതീക്ഷിക്കുന്നില്ല, നാളെ ഇത് തങ്ങൾക്ക് തിരിച്ച് ലഭിക്കുമെന്ന് വിചാരിച്ചിട്ടല്ല, മറിച്ച് തങ്ങൾ ഒരു വലിയ കാര്യം ചെയ്യുകയാണ്. ഈ സെൽഫ് ഡിഫെൻസ് മെക്കാനിസത്തിലൊക്കെ സുബ്ലിമേഷൻ എന്ന് പറയും. സുബ്ലിമേഷൻ എന്ന് പറഞ്ഞാൽ വാക്കിൻ്റെ അർത്ഥം വെച്ചാൽ ഒരു മഹാകാര്യത്തിന് വേണ്ടി സ്വയം ഇല്ലാതാവുകയാണ്. ഇതാണ് അഗാപ്പെ. അപ്പം നമ്മളുടെ സ്നേഹം എങ്ങനെയാണ്? അപ്പം അഗാപ്പെ, അപ്പം അവരുടെയൊക്കെ ആത്മവിശ്വാസത്തിൻ്റെ അളവെന്ന് വെച്ച് കഴിഞ്ഞാൽ 100ൽ 100 കാരണം തങ്ങൾക്ക് അത്രയ്ക്ക് മറ്റുള്ളവർക്ക് വേണ്ടി ചെയ്യാനായിട്ട് സാധിക്കുമ്പോഴാണ് അഗാപ്പെ. അതായത് ഒന്നും പ്രതീക്ഷിക്കാതെ നിരുപാധികം സ്നേഹിക്കുക എന്നുള്ളതാണ് അഗാപ്പെ എന്ന സ്നേഹത്തിൻ്റെ പ്രത്യേകത എന്നാണ് ഗ്രീക്ക് ചിന്തകളിൽ പറയുന്നത്. ഇനി രണ്ടാമത്തൊരു സ്നേഹമുണ്ട്, ഏറോസ്. നമ്മുടെ യുവതിയുവാക്കളിലൊക്കെ നിലനിൽക്കുന്ന സ്നേഹം. ഇന്ന് ഇപ്പോൾ എപ്പോഴും റീൽസൊക്കെ കാണുന്ന കൊച്ചുങ്ങൾ തുടങ്ങി ആ സ്നേഹത്തെ പങ്കിടാനായിട്ട് ആഗ്രഹിക്കുന്നതാണ്. ഒരു കാലഘട്ടത്തിലൊക്കെ മാതാപിതാക്കന്മാരൊക്കെ ഒളിച്ചു സ്നേഹിക്കുന്നവരാണ്. ഇന്നവർ പരസ്പരം കെട്ടിപ്പിടിക്കുന്നു, പരസ്പരം ചുംബിക്കുന്നു. ഇതൊക്കെ കണ്ടു വളരുമ്പോൾ കുട്ടികൾക്കും അങ്ങനെ സ്നേഹിക്കാനായിട്ടുള്ളൊരു ഒരാഗ്രഹം ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ട് ഇന്ന് ചെറുപ്പത്തിലേ തുടങ്ങി കുട്ടികളൊക്കെ സ്നേഹിക്കുന്നവരാണ്. ഇന്ന് വിവാഹപ്രായം കഴിഞ്ഞവരൊക്കെ വെറുതെ നിൽക്കുകയാണ്. കാരണം 30 വയസ്സ് കഴിഞ്ഞ് കഴിഞ്ഞാൽ പെൺകുട്ടിക്ക് ആൺകുട്ടിയും കിട്ടാനില്ല, ആൺകുട്ടിക്ക് പെൺകുട്ടിയും കിട്ടാനില്ല. കാരണം നേരത്തെ അവർ സ്നേഹിച്ചു തുടങ്ങിയാണ്, വിവാഹ ജീവിതത്തെ സ്വപ്നം കണ്ടുകൊണ്ട്. അപ്പം ചിലയിടത്തൊക്കെ നമുക്കറിയാം ചീറ്റിംഗ് ഒക്കെ നടക്കാറുണ്ട് എന്നൊക്കെ നമുക്കറിയാം. പക്ഷേ അത് ജനറലായിട്ട് നമുക്ക് അങ്ങനെ പറയാൻ പറ്റില്ല, അങ്ങനെ ഒരു വിധി നടത്താൻ പറ്റില്ല. എന്നാൽ ഏറോസിൻ്റെ ഒരു പ്രത്യേകത, അവരുടെ സ്നേഹത്തിൽ കൊടുക്കലും വാങ്ങലൊക്കെ ഉണ്ട്. നീ ഇത്ര എനിക്ക് തന്നാൽ ഞാൻ നിനക്ക് ഇത്രയും തരാം. സെക്സ് ഉണ്ടാകാം, മറ്റ് ബന്ധങ്ങളൊക്കെ ഉണ്ടാവാം, ചിലപ്പോൾ വിശ്വാസക്കുറവുണ്ടാകാം, ഉപേക്ഷിക്കലുണ്ടാകാം, മറ്റൊരാളെ തേടി പിടിക്കലുണ്ടാകാം, മറ്റുള്ളവർക്ക് വേണ്ടി സമർപ്പിക്കലുണ്ടാകാം, അവിടെയും സ്വയം നഷ്ടപ്പെടൽ. ഇങ്ങനെ ഏറോസിൻ്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് അഗാപ്പെ പോലെ അല്ല. അതിന് അതിൻ്റേതായിട്ടുള്ള മോട്ടിവേഷൻ, ലക്ഷ്യങ്ങളുണ്ട്. അത് വിവാഹത്തിലേക്ക് എത്തിച്ചേരുമ്പോഴാണ് ആ സ്നേഹം, ഏറോസ്, മനോഹരമായിട്ട് തീരുന്നത്. പക്ഷെ അതിന് ഒരു ഉറപ്പുമില്ല. ഇനി മൂന്നാമത്തൊരു സ്നേഹമുണ്ട്, ഗ്രീക്കുകാർ പറയുന്നത് ഫിലിയ. ഫിലിയ എന്ന് വെച്ചാൽ സുഹൃത്ത് ബന്ധങ്ങളാണ്. ഏറ്റവും ദൃഢമായിട്ടുള്ള ബന്ധം സുഹൃത്ത് ബന്ധമാണ്. പരസ്പരം സ്നേഹിക്കുക, പരസ്പരം മനസ്സിലാക്കുക, പരസ്പരം സഹായിക്കുക. ഇന്ന് യൂത്തിൻ്റെ സംഘടനകളൊക്കെ കണ്ടിട്ടില്ലേ? അവരൊരാൾ വളർന്നു വരുന്നു, ഒരു ജോലിക്കാരനാകുന്നു, അവരിവർക്കൊരു ബെനഫാക്ടറായിട്ട് തീരുകയാണ്. ഈ സംഘടനകളുടെയൊക്കെ വളർച്ചയ്ക്ക് അതുപോലെ ഉയർച്ചയ്ക്കും സ്ഥിരതയ്ക്കൊക്കെ കാരണം, ഇപ്പം ഞാൻ കാട്ടാക്കടയൊക്കെ ഉണ്ടായിരുന്ന സമയത്ത് അവിടുത്തെ ഗ്രൂപ്പുകളൊക്കെ ഉണ്ട്, വളരെ പാവപ്പെട്ടവരാണ്. പക്ഷേ അവിടെ നിന്ന് ഗവൺമെൻറ് ജോലിക്കാരൊക്കെ ആയിട്ട് പോയവർ ആ ഗ്രൂപ്പിൽ നിന്ന് നിരന്തരം ഒരു വലിയ തുക ഇവർക്ക് കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. കാരണം അടുത്ത ഗ്രൂപ്പിനെ വളർത്തിക്കൊണ്ട് എല്ലാവരും കൂലിപ്പണിക്കാരാണ് പൊതുവിൽ.
അപ്പോൾ ഇവർക്ക് വളർന്നു വരുവാനായിട്ട്, ഒരു ഗ്രൂപ്പിന് വളർന്നു വരുവാനായിട്ട് ഒത്തിരി കാര്യങ്ങൾ വേണമല്ലോ. ഈ സഹായിക്കുന്നവരാ ഈ ഗ്രൂപ്പിൽ നിന്ന് വളർന്നു പോയവരാണ്. അപ്പോൾ സുഹൃത്ത് ബന്ധങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ഫിലിയ വളരെ ശക്തമാണ്. അത് ഗ്രീക്ക് ചിന്തകരൊക്കെ ഉയർത്തിപ്പിടിക്കുന്നൊരു സ്നേഹമാണ്. എല്ലാ സ്നേഹങ്ങളും നല്ലതാണ്, പക്ഷേ ആത്മബന്ധങ്ങളാണ്. ആത്മബന്ധങ്ങൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ എങ്ങനെയെങ്കിലും അവരനെ വളർത്തണം, സഹിക്കാനും അതുപോലെ സ്വയം അവരെ ഏറ്റെടുക്കാനും നിലനിൽക്കാനൊക്കെ ആയിട്ടുള്ള അവരുടെ ടീം വർക്ക് എന്ന് പറയില്ലേ. സുഹൃത്ത് ബന്ധങ്ങൾ ശക്തമാണെങ്കിൽ നമ്മൾക്ക് ഏറ്റവും നല്ല സുഹൃത്തിനെ കണ്ടെത്താനായിട്ട് സാധിച്ചു കഴിഞ്ഞാൽ അത് വലിയൊരു കാര്യമാണ്. ഒരു സുഹൃത്ത് എൻ്റെ ജീവിതത്തിൽ എൻ്റെ ജനന സമയം മുതൽ, അല്ലെങ്കിൽ എൻ്റെ ഓർമ്മ വെച്ച കാലം മുതൽ ഇപ്പോഴും ഉണ്ട് എന്നൊക്കെ പറയാനായിട്ട് എത്ര പേർക്ക് സാധിക്കും? ചിലപ്പോൾ വഞ്ചിക്കപ്പെട്ടവരായിരിക്കാം, അല്ലെങ്കിൽ ഉപേക്ഷിക്കപ്പെട്ടവരായിരിക്കാം, അല്ലെങ്കിൽ വിവാഹം കഴിഞ്ഞപ്പോൾ അവരുടെ ജീവിതങ്ങളിലേക്ക് മാറിപ്പോയവരായിരിക്കാം, അല്ലെങ്കിൽ യൗവനത്തിൻ്റെ കാലഘട്ടത്തിൽ ജോലി മറ്റു പരിപാടികളായിട്ടൊക്കെയായിട്ട് മാറിപ്പോയവരായിരിക്കാം. ഇപ്പോൾ വിളിക്കുമ്പോൾ വെറുതെ ഒരു ഹലോ പറയൽ എന്നൊക്കെ ഉള്ള അങ്ങനെയുള്ളവരുമാകാം. അതുകൊണ്ട് ആ സുഹൃത്ത് ബന്ധങ്ങൾ നല്ലതായിരുന്നില്ല എന്നല്ല, മറിച്ച് ദൃഢമായിട്ടുള്ള സുഹൃത്ത് ബന്ധങ്ങളാണെങ്കിൽ ഏതു കാലഘട്ടത്തിലും, വിവാഹം കഴിഞ്ഞാലും പ്രായമായാലും മറ്റു ബന്ധങ്ങളൊക്കെ ഉണ്ടായാലും വിവിധ മേഖലകളിലേക്കൊക്കെ പോയാലും ദൃഢമായിട്ടുള്ള ബന്ധങ്ങളാണെങ്കിൽ അതെന്നും നിലനിൽക്കുക തന്നെ ചെയ്യും. അതുകൊണ്ട് ഫിലിയ വളരെ വലുതാണ്. ഇനി വേറൊരു സ്നേഹബന്ധമുണ്ട് ഗ്രീക്കുകാർ പറഞ്ഞ സ്റ്റോർഗ്. ഇത് മക്കളോട് മാതാപിതാക്കൾക്ക് തോന്നുന്ന സ്നേഹമാണ്. എൻ്റെ മകന് വേണ്ടി, എൻ്റെ മകൾക്ക് വേണ്ടി 10 മാസം നമ്മൾ പറയില്ലേ, 10 മാസം എന്ന് പറയും. 10 മാസം ഒന്നും ഉണ്ടോയെന്ന് വെച്ചില്ല, 9 സംതിങ്ങുമാണ് ഗർഭകാലം. എന്നാലും പൊതുവെ ഇങ്ങനെ പറയുന്ന പ്രകാരം 10 മാസം കുട്ടിയെ ഉദരത്തിൽ വഹിക്കുക, അത് കഴിഞ്ഞിട്ട് പ്രസവിക്കുക. ഏറ്റവും വലിയ വേദന പ്രസവവേദന എന്ന് പറയും. അത് കഴിഞ്ഞിട്ട് ആ കുട്ടിയെ അവിടെ നിന്ന് തുടങ്ങി പാലൂട്ടി വളർത്തുക. അവളുടെ ആ കൊച്ചിൻ്റെ ഓരോ നിമിഷങ്ങൾക്കും വേണ്ടി ഈ അമ്മ ആ ജീവിതം മുഴുവനും ചെലവഴിക്കുക. എന്നിട്ട് ആ കുട്ടിയെ വളർത്തി ഉയർത്തി കൊണ്ടുവരിക. എന്നിട്ട് അവന് അവൾക്ക് നല്ലൊരു ഭാവി ഉണ്ടാകാനായിട്ട് ആഗ്രഹിക്കുക. കഠിന പ്രയത്നമാണ്. എന്നിട്ട് തിരിച്ചെന്ത് കിട്ടും? തിരിച്ച് മറുപടി പറയുന്നത്, പ്രത്യുത്തരിക്കുന്നവർ ചിലപ്പോൾ 100 പേരിലെടുത്താൽ 10 പേരൊക്കെയാണ്. കാരണം അവരുടെ ജീവിതത്തിലേക്ക് ഒരു പെൺകുട്ടി വരുന്നു, അല്ലെങ്കിൽ ഒരു ആൺകുട്ടി വരുന്നു, അവർക്ക് മക്കളുണ്ടാകുന്നു. സ്വാഭാവികമായിട്ടും കടന്നു വരുന്നവരുടെ താല്പര്യം കൂടി നോക്കണം. അങ്ങനെ മാതാപിതാക്കൾക്ക് സ്ഥാനമില്ലാവുന്ന അവസ്ഥകളൊക്കെ ഉണ്ട്. എത്രയോ മാതാപിതാക്കൾ കരഞ്ഞും വിഷമിച്ച് നടക്കുന്നു. എൻ്റെ മകൻ വൃദ്ധ സദനങ്ങളിലൊക്കെ എൻ്റെ മകനിപ്പോൾ വരും, എൻ്റെ മകളൊന്ന് വരും എന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് ഏറ്റവും ചിലപ്പോൾ സുഖകരമായിട്ടുള്ള ആ ജീവിതത്തിലേക്കായിരിക്കാം, പക്ഷേ മക്കളില്ലാത്ത, സ്വന്തം ഭവനമില്ലാത്ത എത്രയോ മാതാപിതാക്കൾ ഇന്ന് വിഷമിക്കുന്നുണ്ടെന്നറിയില്ലേ. അപ്പോൾ സ്റ്റോർഗ് എന്നുള്ള ആ പദത്തിലൂടെ ഗ്രീക്ക് ചിന്ത പറയുന്നത് പ്രകാരം ഒരു അമ്മയ്ക്ക് തൻ്റെ മക്കളോട് തോന്നുന്ന സ്നേഹം, അതിനെ ഒരു പകരം വയ്ക്കാനില്ല. അത് നമുക്ക് മനസ്സിലാക്കാനായിട്ട് പലപ്പോഴും നമുക്ക് സാധിക്കാറില്ല. അമ്മയ്ക്ക് അപ്പം ശരിക്കും പിതാവിനും പപ്പയ്ക്കും സ്നേഹമുണ്ടെങ്കിലും ഈ അമ്മയാണ് ഓരോ നിമിഷവും, പ്രത്യേകിച്ച് പ്രസവിച്ച് ആദ്യത്തെ ഒരു 6-7 മാസമൊക്കെ ഈ കുട്ടിക്ക് വേണ്ടി രാപ്പകലില്ലാതെ കഷ്ടപ്പെടുകയാണ് അമ്മ. ഇനി തൊഴിലും കൂടി പോണവരാണെങ്കിൽ എത്രയോ വലിയ ഉത്തരവാദിത്വമാണ് അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ 4 തരത്തിലുള്ള സ്നേഹമുണ്ടെന്ന് പറയുന്നത്. അഗാപ്പെ, ഏറ്റവും നല്ല സ്നേഹം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നും പ്രതീക്ഷിക്കാതെ എപ്പോഴും നൽകിക്കൊണ്ടിരിക്കുക. ഇനി കാമുകന്മാരുടെ ബന്ധങ്ങളിലുള്ള സ്നേഹത്തെ നമ്മൾ എന്ത് പറയും? എറോസ് എന്ന് പറയും. ഇനി സുഹൃത്ത് ബന്ധങ്ങൾ, ഏറ്റവും ദൃഢമായിട്ടുള്ള ബന്ധങ്ങളാണെങ്കിൽ, ഏറ്റവും വലിയ ആത്മീയ ബന്ധങ്ങളാണെങ്കിൽ അതിനേക്കാളും പകരം വയ്ക്കാനൊന്നുമില്ല എന്ന് പറയുന്ന ഫിലിയ. ലാസ്റ്റ് പറഞ്ഞതാണ് സ്റ്റോർഗ്. അതായത് ഒരമ്മയ്ക്ക് കുഞ്ഞിനോട് തോന്നുന്ന സ്നേഹം, അത് ദൃഢമാണ്. പക്ഷേ അത് പകരം വയ്ക്കാനായിട്ട് നമുക്ക് കൊടുക്കാനായിട്ട് സാധിക്കുന്നില്ലെങ്കിൽ ആ അമ്മയുടെ ദുഃഖം, അതൊക്കെ ഒരു ശാപമായിട്ട് തീരുമെന്നൊക്കെയാണ് പറയുന്നത്. അപ്പോൾ ഇന്ന് 4 തരത്തിലുള്ള സ്നേഹങ്ങളുണ്ടെന്നാണ് ഗ്രീക്ക് ചിന്തകർ പറയുന്നത്. അപ്പം നമുക്കും നമ്മുടെ സ്നേഹം എത്തരത്തിലുള്ളതാണ്? ഒരു പക്ഷേ നമ്മുടെ സ്നേഹം നമ്മളുടെ ഓർമ്മ വെച്ച കാലം മുതൽ അഗാപ്പയാണോ? അതോ നമ്മളിപ്പോഴും കാമുകന്മാരുടെ ബന്ധങ്ങളായിട്ടുള്ള ആ സ്നേഹത്തിൻ്റെ തലത്തിൽ, എറോസ് എന്ന സ്നേഹത്തിൻ്റെ തലത്തിലാണോ? അതോ നമ്മളിപ്പോഴും നല്ല ഒരു ഫീലിയ ബന്ധം പുലർത്തുന്നവരാണോ?
അല്ലെങ്കിൽ നമ്മുടെ ബന്ധം ഒരു അമ്മയെന്ന നിലയ്ക്കോ ഒരു അപ്പനെന്ന നിലയ്ക്കോ, അല്ലെങ്കിൽ നമ്മളിലെല്ലാവരിലും ഒരപ്പനും ഒരു അമ്മയുണ്ടെന്ന് പറയില്ലേ, നമുക്കും ഒരു സ്റ്റോർഗ് എന്നൊരു റിലേഷനിലേക്ക് കടന്നു വരാനായിട്ട് സാധിക്കാറുണ്ടോ? അത് എനിക്ക് ആരെയും സ്നേഹിക്കാൻ പറ്റാത്ത അവസ്ഥയാണോ? സ്നേഹിക്കാൻ പറ്റാത്ത അവസ്ഥ നമുക്കറിയാം, ഒരു ശൂന്യത, ഐസൊലേഷൻ നമുക്ക് അനുഭവപ്പെടും. അപ്പം നമ്മുടെ സ്നേഹത്തിൻ്റെ ആ അവസ്ഥ എന്താണെന്ന് മനസ്സിലാക്കിയിട്ട് നമ്മുടെ സ്നേഹത്തെ വളർത്തുവാനായിട്ട്, നമ്മുടെ ആത്മവിശ്വാസത്തെ വളർത്തുവാനായിട്ട് സ്നേഹിക്കുന്നവരാകണം. നമ്മളുടെ സ്നേഹം എന്തുമായിക്കൊള്ളട്ടെ, പക്ഷെ നമ്മൾ സ്നേഹിക്കുമ്പോഴാണ് നമ്മൾ ജീവിക്കുന്നു എന്ന് നമുക്ക് തോന്നുന്നത്. അപ്പോൾ സ്നേഹമാണ് അഖിലസാരമൊഴിയിൽ എന്നൊക്കെ കവികൾ പാടാറില്ലേ? നമുക്കും അനുദിന ജീവിതത്തിൽ സ്നേഹിക്കുന്നവരാകാനായിട്ട് തരാൻ, മറ്റുള്ളവർക്ക് എന്തെങ്കിലുമൊക്കെ ആയിത്തീരുവാനായിട്ട്, അങ്ങനെ നമ്മൾക്ക് സംതൃപ്തി, സാറ്റിസ്ഫാക്ഷൻ ലഭിക്കുവാനായിട്ട് നമ്മുടെ സ്നേഹബന്ധങ്ങളെ, നമ്മുടെ സ്നേഹത്തെ നമുക്ക് വളർത്തിയെടുക്കാം. മറ്റുള്ളവരെ നിരുപാധികം സ്നേഹിക്കുന്ന, അതുപോലെ ഒരു കാമുകനായിട്ട് തീരുന്ന, ഒരു കാമുകിയായിട്ട് തീരുന്ന, ഒരു സുഹൃത്തായിട്ട് തീരുന്ന, ഒരു അമ്മയായിട്ട് തീരുന്ന, ഒരു അപ്പനായിട്ട് തീരുന്ന, ഇങ്ങനെ എല്ലാം ഉൾക്കൊള്ളിച്ചൊരു സ്നേഹം നമുക്ക് സ്നേഹിക്കാൻ സാധിച്ചാലോ, അതാണ് 100%. നമുക്കും സ്നേഹിക്കുന്നവരാകാം. നമ്മളിലുള്ള മാതാവിനെ, പിതാവിനെ, മകനെ, മകളെ, സുഹൃത്തിനെ, അതുപോലെ മറ്റുള്ളവരെ സഹായിക്കുന്നവനെയൊക്കെ വളർത്തിയെടുത്തുകൊണ്ട് നമ്മുടെ ആത്മവിശ്വാസത്തെ പതിന്മടങ്ങ് വർദ്ധിപ്പിക്കുവാനായിട്ട് അച്ഛൻ്റെ ക്ലാസ് ഉപകാരപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. മറ്റൊരു വിഷയവുമായിട്ട് മറ്റൊരു സന്ദർഭത്തിൽ വീണ്ടും കണ്ടുമുട്ടുന്നതുവരെ ഫാദർ തോമസ് കൊടിയൻ എല്ലാവരെയും സർവശക്തനായ ദൈവം പിതാവും പുത്രനും പരിശുദ്ധാത്മാവും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ആമേൻ.